ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തോട് വിട പറയും. എന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കും. അവരും അധികം താമസിയാതെ വഫാത്താകും. പിന്നെ ഉമർ ബിൻ ഖത്താബായിരിക്കും ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ. ഈ സമയത്ത് വേദനാജനകമായ പല രംഗങ്ങളും താങ്കൾ നേരിടേണ്ടി വരും. താങ്കളെ കള്ളനും വ്യഭിചാരിയും കൊലയാളിയുമാക്കി ജനങ്ങൾ മുദ്രകുത്തും. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇല്ല, ഒന്നും ഭയപ്പെടാനില്ല. കുറ്റക്കാരനായി വിധിക്കപ്പെട്ട താങ്കൾ തൂക്കുമരത്തിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ, മരണത്തിന്റെ കാലറ്റ ചെവിട്ടിൽ വന്നടിക്കുമ്പോൾ, താങ്കളെ സഹായിക്കാൻ ഒരേ ഒരു വ്യക്തി അവിടെ പാഞ്ഞെത്തും. അത് ആരാണ് റസൂലേ? അത് മറ്റാരുമല്ല, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ ഭർത്താവ്, അതെ, എന്റെ മരുമകൻ അലി. സുബ്ഹാനല്ലാഹ്. പരിസരം ശോകമുഖമാ. അല്ലാഹുവിന്റെ അമ്പിയായിൽ അന്ത്യദൂതരായി തെളിഞ്ഞ സയ്യിദാണി സ്വർണവർണ്ണ ദീപം. അവരുടെ പ്രവചനങ്ങൾ പുലരുമെന്ന സത്യമോർത്ത് വീണതാണ് ഫളിലെന്ന പ്രദീപം. യാ ഹബീബ് യാ തബീബ് യാ സഫി ഹബീബ റബ്ബിൽ ആലമീൻ. യാ ഹബീബ് യാ തബീബ് യാ സഫി ഹബീബ റബ്ബിൽ ആലമീൻ. കാലം കാറ്റുവേഗത്തിൽ മുന്നോട്ട് പറന്നു. ഒരു ദിവസം എല്ലാവരും അതാ നബിയുടെ വീട്ടിലേക്ക് ഓടുന്നു. എന്താണ് എന്റെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖിന് പറ്റിയത്? പലരും അങ്ങോട്ടോടി.